സുപ്രഭാതം. ഇന്ന് ഞാൻ ഈ കൂട്ടായ്മയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ കവിത കുട്ടപ്പന്റെ ദുരിതം. നമ്മുടെ എല്ലാ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഈ കുട്ടപ്പൻ ഇത് സമൂഹത്തിന്റെ തന്നെ ഒരു പ്രതിച്ഛായയാണ്. അപ്പോൾ ആ കവിത നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഞാൻ ഇതിൽ ആലപിക്കുകയാണ്. അട്ടപ്പാടിയെട്ടു വീട്ടിൽ കുട്ടപ്പൻ ചേട്ടന്റെ പട്ടിയെ മട്ടുപിടിപ്പിച്ച മട്ടുകൂവി കുട്ടപ്പൻ ചേട്ടാ. പോട്ടെ പോട്ടെ എന്ന് വെച്ചപ്പോ നീ എന്നെ ഇട്ടു വട്ടം തട്ടി. പോട്ടെ പോട്ടെ എന്ന് വെച്ചപ്പോ നീ എന്നെ ഇട്ടു വട്ടം തട്ടി. 8ാം ക്ലാസ്സിൽ 8ാമത് പൊട്ടി ഒരേലിക്കൂട്ടിയെ നിന്റെ ഹോട്ടലിക്കണ കുട്ടനാട്ടുകാരൻ കട്ടനടിപ്പിച്ച പിട്ടി. പറോട്ട നീട്ടി പാട്ടിലാക്കിയ സംഭവം മാട്ടി പാട്ടല്ലട പട്ടി. ഹലോ, ആരാണ്? KCB ആണ്. മനസ്സിലായി. സ്കൂളിന്റെ ട്രാൻസ്ഫോമർ മാറ്റിവെക്കാൻ അതായത് അതിന് ഇവിടെ വന്ന് പരാതിപ്പെട്ടാ പോരാ. സ്കൂളിന്റെ കാര്യമല്ലേ, അത് നിങ്ങൾ AE ഓഫീസിൽ പോയിട്ട് അവിടെ ഒരു പരാതി കൊടുക്കുക. അവിടെ നിന്ന് അത് പഞ്ചായത്തിനെ അറിയിക്കും. പഞ്ചായത്തിൽ നിന്ന് പൈസ എല്ലാം അടച്ചിട്ട് ഇവിടെ അറിയിക്കുമ്പോൾ ഇവിടെ നിന്ന് ആൾ വന്ന് അത് മാറ്റിവെക്കും. അതാണ് അതിന്റെ ശരിക്കുള്ള റൂട്ട്. പെട്ടെന്ന് മാറ്റി കിട്ടാണ്. ഒരു കാര്യം ചെയ്യും, ഈ ട്രാൻസ്ഫോമർ പൊട്ടയും ചീറ്റയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു മാഷന്മാർ അതിൻ്റെ കൂടെ പോയി നിൽക്കും. അപ്പോൾ പിന്നെ കാര്യം ക്ലോസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് നടപടി ഉണ്ടാവും. അല്ല പിന്നെ ഇങ്ങടത്ത് ഞാൻ മര്യാദക്കല്ലേ പറഞ്ഞ എൻ്റെ റൂട്ട്. അപ്പൊ അത് അങ്ങനെ ചെയ്യോ? എന്തൊരു കഷ്ടമാണ്. അതിന്റെ ഫ്ലോ അങ്ങ് പോയി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മുജീബാണ്. എല്ലാ ശനിയാഴ്ചയും ഇവിടെ അർമാദ ഗ്രൂപ്പ് ശനിയാഴ്ച നടത്തി വരുന്ന മത്സരം നാക്കുളക്കി മത്സരത്തിന്റെ ഇന്നത്തെ ഓപ്ഷനാണ്. രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി. ഇത് 10 പ്രാവശ്യം തെറ്റാണ്ട് പറഞ്ഞിട്ടിടണം. 1.5ന്റെ മുകളിൽ തന്നെ ഇടണം കേട്ടോ. 1.5ക്ക് ശേഷം ആരും അംഗീകരിക്കൂല. അത് നമുക്ക് മത്സരത്തിന്റെ ഭാഗത്തിലേക്ക് കയറ്റാൻ പറ്റാത്തതാണ്. 1.5ക്കുള്ളില് രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി കേട്ടോ. ഹലോ, റോങ് നമ്പർ. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കൂല. രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി. 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 എന്താണത് സാറിന് പറയാൻ പറ്റുമല്ലേ? രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണ നമ്മളെ ഗ്രൂപ്പിലെ നാക്കുളക്കി ഈ ആഴ്ചത്തെ ഇതായിരുന്നു. 101 രൂപ സമ്മാനമുണ്ട്. ഞാൻ പറഞ്ഞു ഇന്ന് ഫീൽഡിൽ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടില്ല. AE വരെ ലൈനിലാണല്ലോ സാറേ. എല്ലാരും കൂടെ ഫീൽഡിൽ പോയ ഇവിടെ ആരെങ്കിലും വേണ്ടേ? വിളിച്ച ഫോൺ എടുക്കാൻ ആരെങ്കിലും വേണ്ടേ സാറേ? ഫോൺ എടുക്കാൻ വെച്ചേക്കാണോ ഇത്? തന്നെ പോലുള്ളവർ ഫോൺ വിളിച്ചെടുക്കാണ്ട പേരുദോഷം വരുത്തിക്കൊണ്ടിരിക്കണം. അത് മാറ്റിയെടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്യണത്. മനഃപൂർവ്വമല്ല സാർ, ഇത് എപ്പോഴും അറിയാതെ. അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഒന്നല്ലെങ്കിൽ നാക്കുളിക്ക് മത്സരം, കവിത, നാടകം, മിമിക്രി ഒക്കെ ആയിട്ട് പോകണം, അല്ലെങ്കിൽ ജോലി ചെയ്യണം. ഇത് രണ്ടും കൂടി പറ്റില്ല. ഒരു കലാകാരനായി പോയത് അത്ര വലിയ തെറ്റാണോ സാർ? ഈ ഫീൽഡിലെ കല പറ്റില്ല സാർ. ഒരു കലാകാരൻ കൂടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ സാറിനൊക്കെ അഭിമാനമല്ലേ? ഏതിന്റെ കൂടെ ഡ്യൂട്ടിക്ക് ഇട്ടേക്കല്ലേ? അതിന് ചെല്ല്, ഫോൺ ഞാൻ എടുത്തോളാം വന്ന കേട്ടാ. നാക്കുളിക്ക് മത്സരം കൊണ്ടുവന്നേക്കുക സാർ. എടുക്കും, ഞാൻ എടുക്കണോ? ഹലോ KCB. വിടാം, ആളെ വിടാം.
ശരി, എവിടെ ഈ സ്ഥലം? ശരി സർ. ആ, നീ ചെല്ലാൻ നോക്ക്. സാറേ ഇപ്പൊ ആ പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോണോ? വേണ്ട വേണ്ട, അവിടേക്ക് ഞാൻ വേറെ ആൾ വിട്ടോളാം. നീ പോയി അവിടത്തേക്ക് ചെല്ലേ. നമസ്കാരം. ആ ഇരിക്കും. ഇതെന്ത് ഇവിടത്തേക്കണ? സാറേ അതിന്റെ മേളിൽ നിന്നൊരു സാധനം എടുക്കാൻ വേണ്ടിട്ട് എടുക്കണം. അപ്പൊ അത് എടുത്ത് അങ്ങോട്ടുണ്ടേ ഇട്ട് കൊടുക്ക. ആ കൈയുള്ള രാഘവനെടുത്തു, മൂത്ത ആളാണേ. ഇരിക്കും. നമ്മളൊരു പരാതി പറയാൻ വേണ്ടിട്ട് വന്നാണ്. നമ്മുടെ മുട്ടാറ് പരിസരത്ത് കാർത്തിയാനി അമ്പലം ഇല്ലേ, കാർത്തിയാനി അമ്പലം, ആ കാർത്തിയാമ്പലത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളാണ് ഞങ്ങള്. ആ പരിസരത്ത് രാത്രിയായാൽ നിരന്തരം കരണ്ട് പോക്കാണ്. ഒരു മുന്നറിയിപ്പും ഇല്ല. കരണ്ട് പോയി കഴിഞ്ഞാലോ വിളിച്ച ഫോൺ എടുക്കൂല. പിന്നെ പിറ്റേ ദിവസം വന്നത് പരിഹരിക്കണം. അല്ല, വിളിച്ച ഫോൺ എടുക്കായ പണ്ടത്തെ പോലെ ഇല്ല. ഇപ്പൊ അങ്ങനെ ഇല്ല. ഇവിടെ സ്റ്റാഫ് ഉണ്ട്. വിളിച്ച ഇല്ലെന്ന് പറഞ്ഞ ഇപ്പൊ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് എടുക്കണ്ടേ? അല്ല, നമ്മളാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഒരു ഫോൺ എടുക്കാതെ വല്ല. പക്ഷെ കറണ്ട് പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ അറിയാലോ. ഈ മഴയും കാറ്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിർത്തിയിലുള്ള വീടുകളിൽ നിന്നുള്ള മറ്റേ കമ്പുകളൊക്കെ നമ്മുടെ ലൈനിൽ വന്ന് വീഴുമ്പോഴാണ് ഈ ഷോർട്ടായിട്ട് കറണ്ട് പോണത്. സാർ, ഇത് കൊമ്പ് വീഴുമ്പോ മാത്രമല്ല, കാറ്റില്ലാത്തപ്പോഴും നല്ല ചൂടുള്ളപ്പോഴും കരണ്ട് പോകും. പഴയ കാലമല്ല, മക്കള് കിടക്കൂല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ വീടിന്റെ അവിടെ തന്നെ കമ്പ് വീണോളന്നില്ല. അപ്പൊ കുറച്ച് അപ്പുറത്ത് കമ്പ് വീണ് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഓഫ് ചെയ്യും. അപ്പൊ പിന്നെ അത് നേരാക്കുന്നവരെ കറണ്ട് ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. സാറേ, ഞങ്ങൾക്ക് ഭ്രാന്താണ് ഇല്ലാത്തത് വന്ന് പറയാൻ. ഒരു കാര്യം, പരിസരത്ത് അടിക്കടി കറണ്ട് പോക്കാണ്. രാത്രിയായ കറണ്ട് ഇല്ല, കിടക്കാൻ പറ്റുന്നില്ല. എല്ലാം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു ദിവസം ഡേറ്റ് തെറ്റിയാല് നമ്മളെ കറണ്ട് കട്ട് ചെയ്യുന്നില്ലേ? അല്ല, അത് കൃത്യമായി പൈസ അടക്കുന്നില്ലേ? അത് ഉപയോഗിച്ച കറണ്ടിനാണ്. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. ഉപയോഗിച്ച കറണ്ടിനല്ലേ നമ്മുടെ ബില്ല് വരുന്നുള്ളൂ. നമ്മളുടെ ഒരു ആവശ്യം എന്ന് പറയുമ്പോ എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങളെ പരിഹാരം ഞാൻ പറയട്ടെ. ഇപ്പൊ നിങ്ങളുടെ അവിടെ അടുത്ത മാസം എന്തായാലും ലൈൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. നമ്മള് കൊമ്പുകൾ വെട്ടുന്നുണ്ട്. ഇത് ഞങ്ങൾ ക്ലിയർ ചെയ്യാം. അതെ, അതല്ലോ. അത് പിന്നെ നമുക്ക് കറണ്ട് കിട്ടണ്ടേ? ഒരു തവണയും കൂടി ഞങ്ങൾ നോക്കും ഈ സാറിന്റെ ഈ വാക്കനുസരിച്ച്. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യും കേട്ടോ. ഫോൺ അടിക്കുന്നു. സാർ എടുക്കും, ഞാൻ എടുക്കും. അയ്യോ വേണ്ട, ഞാൻ എടുത്തോളാം. ശരി, അത് ശരിയാക്കാം കേട്ടോ. ഞാൻ എടുത്തോളാം. പോണട്ടെ. അതെ, ഇപ്പൊ അടിക്കടി കറണ്ട് പോണെന്ന് പറഞ്ഞില്ലേ, അതിന്റെ കാരണം ഈ സുഗതൻ സാറ് പറഞ്ഞൊന്നുമല്ല. പിന്നെ സത്യം പറഞ്ഞാൽ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് അത് പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഞാനൊരു കലാകാരനായിപ്പോയി. എൻ്റെ ഉള്ളിൽ നന്മയുള്ളതുകൊണ്ട് ഞാനത് പറയാം. നിങ്ങളാണ് മറ്റേ കാക്കിക്കുള്ളിലെ കലാകാരൻ. അങ്ങനെയും പറയും. അതേ, ഇതിന്റെ പ്രധാന കാരണം ഇതൊന്നുമല്ല, സോളാറാണ്. അതൊന്നും കാശും സൗകര്യമുള്ളവരൊക്കെ സോളാർ പാനൽ വെച്ചിട്ടില്ലേ കറണ്ട് ഉത്പാദിപ്പിക്കണേ. അതും ഇതുമായിട്ട് നിങ്ങളുടെ കറണ്ടും കൂടി അവര് പിടിച്ചെടുക്കുകയാണ് സോളാർ വെച്ചവർ. അങ്ങനെയുണ്ട്. ഇത് നിങ്ങൾ നോക്കൂ, ഇത് വൈകാതെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. സംശയം ഉണ്ടെങ്കിൽ അറിയാനുള്ള ആരോടും ചോദിച്ചു നോക്കൂ. അല്ല, ഇതൊന്ന് ശരിയാക്കണ കാര്യം ഒന്ന് പറയാം. ഞാനൊന്നും പറഞ്ഞു ഇല്ലല്ലോ. അങ്ങനെ കാര്യം വരുമോ? സോളാറിനുണ്ട് ഒന്ന് അന്വേഷിക്കണമല്ലോ. സാർ ഇവിടുത്തെ ഫോൺ അടിക്കുന്നു. സാർ ഇതെടുക്കോ? ഈ ഫോൺ ആരെടുക്കും? ശരി ശരി ശരി. ഹലോ, സാർ KSEB. പറഞ്ഞ സ്ഥലത്തേക്ക് 1 മണിക്കൂറിനുള്ളിൽ ആള് വരും. അവിടെ ഫോൺ സാർ. ശരി, അവിടെ ഫോൺ അടിക്കുന്നു. ഓക്കെ. ഞാൻ എടുക്കട്ടെ. ഹലോ, സാർ. മര്യാദക്ക് ഞാൻ ഇവിടെ നീ ഫോണറ്റിനെ സമ്മതിക്കില്ല. ഓടട്ടെ, ഓടി ചള്ള വയറച്ചിട്ട് കുറയട്ടെ. എന്തായി? ബില്ലുണ്ടായിരുന്നു. എന്താ പ്രാവശ്യത്തെ സ്ഥിതിഗതി എന്താണ്?
1588. അതൊക്കെ ഇനിയും കുറയും ഇതൊന്നും ഇതൊക്കെ 10,200 ഉറുപ്പ്യാണ് കഴിഞ്ഞ തവണ അടച്ചായി. ആ ജാതി കാര്യമൊന്നും ഇനി ഇവിടെ നടക്കൂല. ഇവിടെ സോളാറാ വിറ്റ് ചെയ്തേക്കണേ. ഇതിപ്പോ കുറച്ച് ദിവസം ഉപയോഗിച്ചതിന്റെ ആണ്. എന്നാലും കുറഞ്ഞിട്ട് ആയിക്കോട്ടെ. നിങ്ങളുടെ പഴയ കളി അടക്കില്ല, അത് സോളാറിന്റെ കളിയാ. അല്ല കഴിഞ്ഞ തവണക്ക് നിങ്ങൾ ഉപയോഗിച്ച ബില്ല് നമ്മള് തന്നിട്ടുണ്ടോ? അതൊക്കെ ശരി തന്നെയാണ്. അതിനുള്ള വഴി തന്നെയാണല്ലോ ഇപ്പൊ നമ്മളെ ചെയ്തേക്കണേ. ഇനി ഇവിടുന്ന് കറണ്ട് ഞാൻ KSEBിക്ക് അങ്ങോട്ട് തരില്ല, അങ്ങോട്ട് മേടിക്കണ പരിപാടി ഇല്ല. എന്റെ വാപ്പ കാരണവന്മാരായിട്ട് അടച്ചിട്ടുള്ള മുഴുവൻ കായും ഞാൻ അങ്ങോട്ട് മേടിക്കും. അപ്പൊ അതാണ് ഇങ്ങനെയുള്ള പരിപാടി. ഇതിപ്പോ എത്ര പറഞ്ഞ് 1588. 1558. പറമ്പലിന്റെ പണിയാ? ശരി. ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വന്ന. എന്നാ ശരി എന്നാല് ആയിക്കോട്ടെ. അങ്ങനെ നിങ്ങൾ കായ് മേടിച്ച് പോകൂല്ല. എന്റെ ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. അങ്ങനെ ആരാണ്? ആ എടാ കോയ, രണ്ടിലൊന്നും അറിഞ്ഞിട്ട് കാര്യം എന്താ? എന്താണ് ശരി, ഞാൻ ഇവിടെ എന്റെ പറമ്പ് കുറച്ച് പട്ടൊക്കെ വെട്ടി കൂട്ടി ഇവിടെ കൊണ്ടുവന്ന് കത്തിക്കാണ്. എന്തേ? അതല്ല പിന്നെ ഏതാ പട്ടല്ലേ? അതെ, ഇയാളോടൊന്നും മര്യാദക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. രാവട്ടെ പറയേ, എന്തപ്പ കാര്യം പറയുന്നു. എന്റെ അപ്പൊ താൻ എന്ത് തോന്നിയ കാണിക്കണ? എന്ത് തോന്നിയാസാണോ തന്റെ പേരപ്പുറത്ത് ഈ സോളാർ വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലെ കരണ്ട് വലിച്ചിട്ട് താനങ്ങട് സുഖമായിട്ട് കഴിയാ. ആ പരിസരത്ത് കരണ്ട് ഇടാ. എന്ത് വർത്താനാടോ വിവരം കെട്ട വർത്താനം പറഞ്ഞത്? ഇന്റെ കുടുംബത്തിൽ ഇവിടെ സോളാർ വെച്ചാൽ നിങ്ങളുടെ കറണ്ട് എങ്ങനെയാ പോണേ? എടോ വിവരമില്ലാത്ത ആളെ, ഞങ്ങളുടെ വീട്ടിലിരിക്കണ കരണ്ട് ഈ ആന്റിനെ പിടിച്ച് വലിച്ചെടുത്തിട്ടാണ് തനിക്ക് പവർ തരണത്. ഇതെന്നാ നിങ്ങളോടൊക്കെ പറയണേ? ഒരു വിവരമുള്ള വർത്താനം പറയണ്ടോ? ഞാൻ ഇവിടെ സോളാർ വെച്ച നിങ്ങളോടത്തെ കറണ്ട് പോവാ പറഞ്ഞാല്. എടോ ഞങ്ങളത് അറിഞ്ഞിട്ട് തന്നെ വന്ന KSEB പോയി സാങ്കേതികമായിട്ട് അറിഞ്ഞിട്ട് തന്നെ പറഞ്ഞത്. KSEB സാങ്കേതികത KSEB പറഞ്ഞിട്ട് തന്നെ ഞാനിത് ഇവിടെ വെച്ച. ഇത് ഇവിടെ വെച്ച് തനിക്ക് മാത്രം കറണ്ട് കിട്ടുമ്പോ ഈ പ്രദേശത്തുള്ള ഒരു രാത്രി കിടന്ന് ചൂട് കൊണ്ട് നട്ടം തിരിയാണ്. നിങ്ങൾ വെച്ചോളി സോളാർ. ഞങ്ങൾ എന്തിനാ വെക്കണം? ഇത്രയും കാലം ഞങ്ങൾ വെക്കാതെ എന്നാ പിന്നെ വെക്കണ്ട. ഇന്നോട് വന്ന് കുറ്റം പറയാൻ ഞാൻ ഈ രാത്രി മുഴുവൻ ലൈറ്റ് ഇട്ട് AC വെച്ച് ഫ്രിഡ്ജ് വെച്ച് പുറത്ത് മുഴുവൻ ലൈറ്റ് ഇട്ട് തന്റെ ഒരു ഊള സ്കൂട്ടർ ഉണ്ടല്ലോ അത് ചാർജ് ചെയ്ത് ഇതിനൊക്കെ കറണ്ട് ഈ പരിസരത്ത് നിന്നാ വലിക്കണത്. ഇന്ത്യയിൽ കായുണ്ട്, അതിനല്ല ഞാൻ ഈ സാധനം ഇവിടെ വെച്ചേക്കണേ. തന്റെ കായന്റെ തന്റെ കയ്യിലിരിക്കണോ ഞങ്ങളുടെ കറണ്ട് വലിക്കണത്? എന്നോട് കൂടി പറഞ്ഞടാ, ഞാൻ എന്റെ സൂര്യന്റെ എന്നാ മേടിക്കണ ഈ കറണ്ട് പോയി. സൂര്യൻ തരുന്ന ചാർജ് എന്താണ് ഈ മലമുറിക്ക് ചാർജ് സൂര്യന്റെ ഈ സൂര്യനോട് പോയി രാത്രി സൂര്യൻ എന്താ ഈ രാത്രി നിങ്ങൾ പറയണക്ക് മനസ്സിലായിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അവൾക്ക് ഞാനിപ്പോ ഈ എല്ലാവരും എടുക്കണ കറണ്ട് എന്നുള്ള കുറച്ച് കറണ്ട് എടുക്കണ്ട വെച്ചിട്ട് തന്നെയാണ് സ്വന്തമായിട്ട് സോളാർ വെച്ചിട്ട് ഇന്ന് എടുത്ത ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ള കറണ്ട് ഉപയോഗിക്കാലോ എന്നാണ് എന്റെ ധാരണ. നിങ്ങളിപ്പോ പറഞ്ഞു ഞാൻ ഇത് വെച്ച കാരണം നിങ്ങളുടെ കറണ്ട് പോയി എന്നാണ്. ശരി ആയിക്കോട്ടെ, ഞാനിപ്പോ അത് മനസ്സിലാക്കണേ. എന്താ എങ്ങനെ നിങ്ങളുടെ കറണ്ട് എങ്ങനെ കറണ്ട് പറഞ്ഞു തരാം. അപ്പൊ ഇത്രേ ഉള്ളൂ തന്റെ ഈ കറണ്ട് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അത് പിന്നെ ഈ അത് പിന്നെ എന്താ പറഞ്ഞു തൂണെന്ന് വരുന്ന മന്മഥം പറഞ്ഞത് പറയുന്നു. ഈ എന്താ എന്ത് ഞാൻ പറയാം. ഇത് നമ്മളിപ്പോ ഈ ട്രാൻസ്ഫോമർ വെച്ചിട്ട് ലൈൻ വലിച്ചിട്ടാണ് ലൈൻ അതിന്റെ അതും ഈ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഇതും കൂടി വന്നിട്ടാണ് നമ്മുടെ ലൈറ്റ് കത്തണത്. അതെന്താന്ന് പറയണ നിങ്ങളുടെ നാട്ടിലെ കറണ്ട് കൂടെ നിങ്ങൾ കൊണ്ടുപോവാണ് ഇപ്പൊ. ചോദിക്കണേന് മറുപടി പറയും. ഇവിടെ സോളാറിന്റെ കുടുംബത്ത് സോളാർ വെച്ചിട്ടുണ്ട്, അത് ശരി തന്നെയാണ്. അത് ഞാൻ ഇവിടെ സാധനങ്ങൾ ഉപയോഗിക്കണേ എനിക്ക് കറണ്ട് ബില്ല് അധികം വന്നപ്പോ അതിന് വെച്ചാണ്. അത് നിങ്ങളുടെ കറണ്ട് എങ്ങനെ പോണു അതൊന്നിക്ക് പറഞ്ഞാൽ. ഞങ്ങളുടെ കറണ്ട് പോണ ഞങ്ങളുടെ കറണ്ട് പോണത് ഇപ്പൊ ഈ പരിസരത്തുള്ള മുഴുവൻ വൈദ്യുതി ഈ സാധനങ്ങളൊന്ന് വലിച്ചെടുക്കണത്. ഏത് സാധനം? ഈ കപ്പലിണ്ടായി പോലത്തെ സൂര്യന്റെ ലൈറ്റ് എങ്ങനെയാണ് കറണ്ട് ആവണ? എന്നോടൊന്നിക്ക് സംസാരിക്കാൻ പറ്റൂല. തനിക്ക് സംസാരിക്കാൻ തനിക്ക് പറ്റില്ല. അതെ, ഒരു കാര്യം പറയാം, മിണ്ടണ്ട. ഈ തെണ്ടിനോടൊന്നും
എന്റെ ഉമ്മത്തെ കാര്യം ഒന്ന് ആഞ്ഞാസം പറയരുത്. ഈ സാധനം ഒരാഴ്ചക്കുള്ളിൽ ചവിട്ടി പൊളിച്ച് തോട്ടിക്കണം. കാരണം നീ കാരണം എനിക്ക് പറയാൻ അറിയില്ല. ചെയ്യപ്പെടുന്ന ഇറങ്ങിപ്പോ ഇതുപോലത്തെ ഒരു സൗരോർജ്ജം കൊണ്ടെന്നുള്ള ഞാൻ മൂലക്കിരിക്കാണ് എന്റെ കുടുംബത്തുകാരും ഇത്ര വിവരം ഇയാൾ ഇതിന്ന് ഒഴിവാക്കിക്കോട്ടാ. വെറുതെ കിണറ്റിന്ന് വെച്ച വയ്യാളുടെ മാറ്റി കൂടെ ഓടി കയറി വരികയാണ്. പറഞ്ഞു വിറ്റ ഇതൊന്നും പറയാണ്ട് അതിന്റെ ഇടക്ക് ബാക്കിലോട്ട് പറയണ്ടേ? അത് എന്താന്ന് ചോദിച്ചെന്നാ അത് പറയാറിയണ്ടേ. ഇത് ഇവിടുന്ന് സൂര്യൻ മരിക്കണ ചാർജ് ഇവരുന്ന പോണെന്നാ പറഞ്ഞത്. ആള്ള നായ്ക്കള് അത് ഇന്നത്തെ പണി. ആലാക്ക്